ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കാര്യമായി യൂസ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. ഇത് മുഴുവനായിട്ട് കാണുക, ഓക്കെ? ക്ഷമയോടുകൂടി മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സംഗതി മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തെയും നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ ബന്ധങ്ങളെയും അതേപോലെ മൊത്തത്തിൽ കാര്യമായി മാറ്റിമറിക്കാവുന്ന ഒരു വലിയൊരു സംഗതിയായിരിക്കും. നമുക്ക് വല്ലാണ്ട് സമാധാനം കിട്ടുന്ന ഒരു സമാധാനം കിട്ടുന്ന ഒരു സംഗതിയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗൈസ്. ഇനി എന്താ സംഭവം എന്നൊന്നും അറിയില്ല, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇറങ്ങുന്നതില്ലേ, ഞാനെന്ന് പറയുന്നത് MBTI സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയെക്കുറിച്ചാണ്. ഇത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? MBTI, മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, അതാണ് അതിൻ്റെ പേര്. മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, MBTI. അതൊരു പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഉപയോഗം, നമ്മൾ അതിക്കാണ് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ രീതിയിലല്ല, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അത് കേൾക്കുന്ന ആളുകൾ എടുക്കുന്നുണ്ടായിരിക്കുക. അവർ വേറൊരു രീതിയിലാണ് എടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ എല്ലാറ്റിലും വേണ്ട അങ്ങനെ എടുക്കണ്ട. ഇപ്പോൾ രണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളായി വിചാരിക്കാം. ഇപ്പോൾ ഒരാൾ ബിസിനസ് മേഖലയിലായി വിചാരിക്കാം, വേറൊരാൾ സോഷ്യൽ സർവീസിൻ്റെ മേഖലയിൽ അതുകൊണ്ടല്ല, ഒരാൾ ബിസിനസ് മേഖലയിലായി വിചാരിക്കാം, വേറൊരാളാണെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കാം. ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുന്ന ചില കാര്യങ്ങൾ ഒരു ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കും, അവർക്ക് ചിലപ്പോൾ അത് വേറെ രീതിയിലാണ് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കാര്യം നമ്മുടെ അച്ഛനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ അടുത്ത് പറയുമ്പോൾ, ഭർത്താവിനോട് പറയുമ്പോൾ, അവർ ചിലപ്പോൾ അത് കച്ചറയൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു നല്ല കാര്യവും പറയുന്നുണ്ടായിരിക്കുക, അവരെടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ, നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചില സമയത്ത് വലിയ പ്രശ്നമാവില്ലേ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ അവർ ഓക്കെ എന്ന് പറയുന്നുണ്ടായിരിക്കും, പിന്നെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരും ഇവിടെ ശത്രുക്കളെ പോലെ ഇട്ടുണ്ടാവും. കാരണം എന്തായിരിക്കും, നമ്മൾ പറഞ്ഞൊരു സാധനത്തിന് അവർ വേറെ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ആരാ ശരി ആരാ തെറ്റ്, നമുക്ക് തന്നെ കൺഫ്യൂഷനാവും. ശരിയും തെറ്റുമല്ല, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്കാർ എങ്ങനെ എടുക്കണു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാൻ, വളച്ചൊടുക്കാം, പിന്നീട് നമുക്ക് ആലോചിക്കും, അങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ. പിന്നെ വേറെ ചില കാര്യം സെറ്റിൽ എല്ലാവരും ഒരേപോലെയാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. ചില ആളുകൾക്ക് ഇന്ന കാര്യങ്ങളോട് വളരെ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് വേറെ കാര്യങ്ങളോടാണ് ഇഷ്ടമുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, ഇത് എന്തുകൊണ്ട് അത് ചെയ്യണത്, ഇത് എനിക്കിഷ്ടമില്ലാത്ത കാര്യം കൊണ്ട് ഇത് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെ മറ്റു ചിലപ്പോൾ അങ്ങനെയാവും കച്ചറ. ഇപ്പോൾ ഒരു വീട്ടിലൊരു 4 പേരുള്ളെങ്കിൽ ചിലപ്പോൾ ഈ 4 പേര് ചിലപ്പോഴല്ല 4 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള കച്ചറകൾ വർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ കുറച്ചുകൂടി രസമായിട്ട് നമുക്ക് ഒരുമിച്ച് നല്ലൊരു രസമായിട്ട് ഒരു ഫാമിലിയായിട്ട് നല്ലൊരു ടീമായിട്ട് മുന്നോട്ട് പോകാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണ് നമുക്കിങ്ങനെ തിരിച്ചറിയാം, നമ്മുടെ ഒരു പ്രത്യേകതകൾ ഇതൊക്കെ വെച്ചിട്ട്. അതേപോലെ സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണെങ്കിൽ എങ്ങനെ കൂടുതൽ മാർക്ക് കിട്ടാം, ഏത് രീതിയിൽ പഠിക്കാം, ടീച്ചേഴ്സാണെങ്കിൽ എങ്ങനെ ബെറ്ററായിട്ടുള്ള ടീച്ചേഴ്സ് ആവാൻ പറ്റും, അതേപോലെ നമ്മുടെ ജോലി നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ സാധിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് MBTI. അങ്ങനെയൊക്കെ പല രീതിയിൽ അപ്ലിക്കേഷൻ ഉണ്ട് MBTI, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഓരോ വ്യക്തികൾക്കുള്ള പ്രിഫറൻസുകൾ, അതായത് നമ്മൾ ഇപ്പോൾ ചായ കാപ്പി, നമുക്ക് ചായ ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് കാപ്പി ആയിരിക്കും. ഈ ചായ കുടിക്കണവരൊക്കെ അടിപൊളി, കാപ്പി കുടിക്കുന്നതിന് മോശം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ കാപ്പി കുടിക്കുന്ന ആളുകളൊക്കെ അടിപൊളി, ചായ കുടിക്കുന്ന ആളുകളൊക്കെ മോശം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്. ചിലർക്ക് ഇന്ന കളറാവും ഇഷ്ടം, ചിലർക്ക് ഇന്ന രീതിയിലാവും ഇഷ്ടം. പിന്നെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങാനൊക്കെ ഇഷ്ടം, ചില ആളുകൾക്ക് ചേർത്ത് പിടിക്കണതാവും ഇഷ്ടം, ചില ആളുകൾക്ക് അവരെങ്ങനെ പോസിറ്റീവായിട്ട് നീ അടിപൊളിയാണ് കേട്ടോ, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ, നീ മുത്തുമണിയാണ്, അങ്ങനെ പറയുന്നതായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് സോഷ്യൽ സർവീസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലേ? അങ്ങനെ രീതിയിൽ ചില ആളുകൾ ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടാവുക, മനസ്സിനാവില്ല. ചില ആളുകൾ മനസ്സിനാണ് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടാവുക, ശരീരത്തിനാവില്ല. ചിലർ രണ്ടിനും എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രിഫറൻസുകളെ മനസ്സിലാക്കാനും അതേപോലെ പ്രവണതകളെ, ടെൻഡൻസീസിനെ മനസ്സിലാക്കാനും ഒക്കെയാണ് MBTI. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുള്ള ആളുകളെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടും MBTI വെച്ചിട്ട്. ഇനി അതെങ്ങനെ ചെയ്യുക, എന്തൊക്കെ സംഭവങ്ങൾ എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിലേ
ആയിരിക്കും എനിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇത് എങ്ങനെയാണ്, എന്തിനാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്, അതിനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടി പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ പറയുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യണം. സെൽഫ് ഡിസ്കവറി ഒന്നാമത്തെ കാര്യം. അതായത് നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും. നമ്മളെന്താ കാണാണ്ട് കിടക്കുകയാണോ? അല്ല, ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്ട്രെങ്ത്തുകൾ, അതുപോലെ നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് സൈക്കോളജിക്കലായ ഒരു സാധനം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ വീക്ക്നെസ്സുകളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ കാര്യം എന്നെയൊക്കെ ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അപ്പോൾ ഇതിൽ ഞാൻ ചിലപ്പോൾ തകിടം മറിയാൻ സാധ്യതയുണ്ട്, ഇത് ചിലപ്പോൾ ഞാൻ പൊളിഞ്ഞ് പാളീസാവാൻ സാധ്യതയുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ ഞാൻ ഇത് ആലോചിക്കണം, ഇത് ചിന്തിച്ചിട്ട് വേണം പെരുമാറാൻ, ഇങ്ങനെയൊക്കെ മനസ്സിലാവും അല്ലേ. അല്ല, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമ്പ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പേഴ്സണാലിറ്റി ടൈപ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, MBTI അല്ലേ, പേഴ്സണാലിറ്റി ടൈപ്പുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് റിലേഷൻഷിപ്പുകൾ അടിപൊളിയാക്കാൻ സാധിക്കും. അതായത് നമുക്ക് മനസ്സിലാവും, ഇയാൾ ഇന്ന കാര്യം ഇങ്ങനെ പെരുമാറുന്നത് ഇയാൾ ഇങ്ങനെ ടൈപ്പുള്ള ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇയാൾക്ക് ഇതാണ് ഇഷ്ടം, എനിക്കിഷ്ടം അതല്ല, അപ്പോൾ അയാളുടെ ഇഷ്ടത്തെ ഞാൻ മാനിക്കണം അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവും നമ്മൾ. ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിൽ. അതുപോലെ ചില ആളുകളുടെ ഇപ്പോൾ MBTI റിസൾട്ട് ഉണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവർ എങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ ഇത് എപ്പോഴും ഒരേപോലെ ഒന്നും ആൾക്കാർ നിൽക്കില്ല കേട്ടോ. ഇതിലിങ്ങനെ മെച്ചപ്പെട്ട് വരും, മാറ്റങ്ങളൊക്കെ വരും, കംപ്ലീറ്റ് അങ്ങനെ മാറുമൊന്നുമില്ല, കയറിയ മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ, അതിപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ 10 കൊല്ലം മുമ്പ് പെരുമാറിയ പോലെയാണ് ഇപ്പോൾ പെരുമാറുക അല്ലല്ലോ, അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. പക്ഷെ നമുക്കൊരു ധാരണ കിട്ടും, അതൊരു വലിയ കാര്യമല്ലേ. അതിൽ ടീം ബിൽഡിങ്, നല്ലൊരു ടീമായിട്ട് നമുക്ക് വളർന്നു വരാൻ സാധിക്കും. ഇത് നമ്മുടെ ഓഫീസിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഓർഗനൈസേഷനിലൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. ഫാമിലി നമ്മൾ ഒറ്റയ്ക്കാവണമെന്നില്ലല്ലോ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊന്നല്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടീമായിട്ട് അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ട് വരാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും കുറച്ച് ആളുകൾ കൂടുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചിലപ്പോൾ വൻ കച്ചറയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ MBTIയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീം വർക്ക്, കൊളാബറേഷൻ, ഇതിനൊക്കെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് ഓരോ ആളുകളുടെ സ്ട്രെങ്ത്തുകൾ എന്താണ്, അവരുടെ പ്രിഫറൻസുകൾ എന്താണ്, ഇതിനൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും, അക്നോളേജ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും, ഞങ്ങളുടെ ഇതിനെ അവിടെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ. അതുപോലെ കരിയർ ഡെവലപ്മെൻറ്റിന് ഒരുപാട് നല്ലത്. എങ്ങനെ കരിയർ ഡെവലപ്മെൻറ്റ്, അതായത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കരിയർ ചോയ്സുകൾ തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ നമുക്കത് ഷൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലിയായിരിക്കും അത് എന്നൊക്കെ അല്ലേ. അതിൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പ്രൊഫഷണൽ ഗ്രോത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് MBTI. അതായത് നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാവും, ഇങ്ങനെയൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും, ഇത് ചെയ്താൽ മോശമാവും, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ കിട്ടും നമുക്ക്. പിന്നെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിൽ 2 പ്രധാനപ്പെട്ട സംഗതികളുണ്ട് കേട്ടോ. ഒന്ന് 16 പേഴ്സണാലിറ്റി ടൈപ്സ്, 16 വ്യക്തിത്വങ്ങൾ ഉണ്ട്, 16 ടൈപ്പ് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ എന്നാണ് 16 പേഴ്സണാലിറ്റീസ് പറയുന്നത്. അതായത് ഇത് എല്ലാവരും ഇപ്പോൾ ഇത് വിശ്വസിക്കണമെന്നൊന്നുമില്ല കേട്ടോ, വിശ്വസിക്കുക എന്നല്ല, ചിലവർക്ക് ഇതിൻ്റെ റിസൾട്ടുകൾ, അതായത് ഇതൊക്കെ നോക്കിയുള്ള ആളുകൾക്ക് എനിക്ക് ഓക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയണത്. ചില സമയത്ത് നമ്മൾ കൺഫ്യൂസിങ് ആവും, പക്ഷേ അങ്ങനെ വേണ്ട രീതിയിൽ നോക്കിയാൽ നമുക്ക് അടിപൊളിയായിരിക്കും. 16 പേഴ്സണാലിറ്റി ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 ലെറ്റർ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ INFP എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടഡ്, ഇൻഡ്യൂറ്റീവ്, ഇൻട്രോവേർട്ടഡ് ആയ ആളാണ് ഞാൻ. ഇൻഡ്യൂറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് കുറേ പാറ്റേൺസും ഇതൊക്കെ കണ്ടിട്ട് അതിങ്ങനെ ആവൂലേ എന്ന് തോന്നും, ഇൻഡ്യൂഷൻ. ഓക്കെ. ഫീലിംഗ്, INFPയിലെ ഫീലിംഗ്. P എന്ന് പറഞ്ഞാൽ പെർസീവിങ് എന്ന് വെച്ചാൽ ഞാൻ വേറെ കുറേ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കുറേ സംഗതി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിട്ട് അതിങ്ങനെയാവുന്നത്, അതാണ് സാധനം ഇൻഡ്യൂഷൻ. ചില ആളുകൾക്കില്ല, അവരങ്ങനെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമായിരിക്കും അവർ തീരുമാനത്തിലെത്തുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ അങ്ങനെയല്ല, മൈൻഡിൻ്റെ ഉള്ളിൽ കൂടുതലും വർക്ക് ചെയ്യണത് കാര്യങ്ങൾ മൊത്തം. അതേപോലെ INFP പറഞ്ഞ ഒരു തീരുമാനം എടുക്കാനൊക്കെ നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് ഇങ്ങനെ തന്നെ ആവണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങൾ ചെയ്യുള്ളൂ. INFP, ചിലർ INFJ ആയിരിക്കും, ചിലർ ENFP, ചിലർ ESTJ, അങ്ങനെ കുറേ സാധനം. ഇങ്ങനെ 4 ലെറ്റേഴ്സാണ് ഇതിലുള്ളത്. അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എന്നെക്കുറിച്ച് ധാരണ കിട്ടും ഏകദേശം. പിന്നെ ഉള്ളത് ഡൈക്കോട്ടോമീസ് എന്ന് വെച്ചാൽ ഒരു ജോഡിയായിട്ടാണ് ഇതിങ്ങനെ പ്രത്യേകതകൾ വരിക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ എന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ട് ആവണ ഒരു സ്വത്വബോധം, ഒരു സ്വഭാവം എക്സ്ട്രോവേർട്ട്, ഞാൻ ഇൻട്രോവേർട്ടാണ്.
എക്സ്ട്രോവേർട്ടായ ആളുണ്ടാവും, ഇൻട്രോവേർട്ടായ ആളുകളുണ്ടായിരിക്കും. അതേപോലെ സെൻസിങ് വേഴ്സസ് ഇൻറ്റ്യൂഷൻ. സെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മൊത്തം വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ ഒരു കാഴ്ച കണ്ടു, ആ കാഴ്ച കണ്ടു, അതിൽ നിന്നാവും അയാൾക്കൊരു അറിവുണ്ടാവുക. ഒരു ഇത് കേട്ടു, അതിൽ നിന്നായിരിക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയ വലിയ പ്രശ്നം ഇതാണ്. ആൾക്കാർ സ്വതന്ത്രമായി ചിന്തിക്കൂല പലരും. എന്താ ചെയ്യുക, അവരൊരു സംഗതിയിട്ട് കേൾക്കുമ്പോൾ ഇതാണല്ലേ സാധനം, അവരിങ്ങനെ പറഞ്ഞു അപ്പോൾ സത്യമാണ്. അങ്ങനെയാണ്. അതാണ് രേണുസുതിക്കെതിരെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്. രേണുസുതിക്കെതിരെ ആളുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് അവർ മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു വ്ളോഗർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അയാളിനെ ചിലപ്പോൾ നുണയും പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അതിങ്ങനെ വിശ്വസിക്കുക, സ്വന്തമായി ചിന്തിക്കണില്ല പലരും. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തിങ്കിങ് വേഴ്സസ് ഫീലിംഗ്. ചിലവർ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുക, ചിലർ ഭയങ്കര ഫീലിങ്സ് വെച്ചിട്ടായിരിക്കും. ചില ആളുകളിലെ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ, ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണ്, കുട്ടികളുടെ അടുത്തൊക്കെ നമ്മളൊരു കാര്യം പറയും, അവർ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുകയില്ല. അവർ ആ ഫീലിങ്സ് വെച്ചിട്ടായിരിക്കും അതിലേക്ക് അത് പോകണമെന്ന്. അപ്പോൾ കൊറോണ സമയത്തൊക്കെ പുറത്ത് പോയാൽ പോലീസ് പിടിക്കും, ഇങ്ങനെ പോയ പ്രശ്നമുണ്ട്, കൊറോണ വരും എന്നൊക്കെ പറയുമ്പോൾ അല്ലക്ക് പുറത്ത് പോകണമൊക്കെ കേൾക്കുക, എങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കില്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതേപോലെ ജഡ്ജിങ് വേഴ്സസ് പെർസീവിങ്. ജഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾ പെട്ടെന്ന് ഇത് പല രീതിയിൽ എടുക്കാട്ടോ ഈ ഒരു സംഗതി. ചില ആൾക്കാർ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തും, പെട്ടെന്ന് ഇതിങ്ങനെയാണ് നിഗമനത്തിലെത്തും. ചില ആളുകൾ അങ്ങനെയല്ല, അതിങ്ങനെയാണോ, ഇതിങ്ങനെ ആവാൻ സാധ്യതയില്ലേ, ഇതിങ്ങനെ ആയിക്കൂടെ, ഇതിങ്ങനെ അങ്ങനെ ആലോചിക്കുന്ന ആളുണ്ട്. അതിന് പെർസീവിങ്. ഓക്കെ, ഞാൻ പെർസീവിങ് ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള 4 ടൈപ്പ് ഇത് പറഞ്ഞില്ലേ, 4 ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ വരും. ഇതിൽ വേറെ സാധനം ഉണ്ട് കേട്ടോ, AT, INFJ A, INFP T ഇങ്ങനെയൊക്കെ പറയില്ല. ഇങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ T ടൈപ്പാണ്, പെട്ടെന്ന് ടെൻഷൻ വരും. ചില ആളുകൾ അസേർട്ടീവ് ടൈപ്പാണ്. A എന്ന് പറഞ്ഞാൽ അസേർട്ടീവ് എന്നാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവരൊരു കാര്യം പറഞ്ഞാൽ പിന്നെ പോടാ കൊല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. പലർക്കും അങ്ങനെയല്ല. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ, പെട്ടെന്ന് നെർവസ് ആവും, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ ഈ സ്ട്രെസ്ഡ് ആവുന്ന നെർവസ് ആവുന്ന ടൈപ്പാണേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത്, നമ്മൾ പറഞ്ഞത് ഇതിനൊക്കെയാണ് ഗുണം ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം തിങ്കിങ്, ഫീലിംഗ്, സെൻസിങ്, ഈ സാധനങ്ങളൊക്കെ അല്ലേ, ഇത് എക്സ്ട്രോവേർട്ടഡും ഇൻട്രോവേർട്ടഡും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെ ഇപ്പോൾ പറയുന്നത്, ഇൻറ്റ്യൂഷൻ ഒരു സാധനമാണെങ്കിൽ NI എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ, NE എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരു കാര്യത്തെ ആ രീതിയിലാണോ നമ്മൾ ഒരു കാര്യത്തെ ചിന്തിച്ച് കൂട്ടുന്നത്, ഇതിനാണ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുക. ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ പറഞ്ഞാൽ ഉള്ളിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന സാധനം. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിട്ട് ചില ആൾക്കാർക്ക്. ഇത് സംഭവം അത്ര വലിയ പ്രശ്നമില്ല. അല്ല, തിങ്കിങ്, എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ്, ഇൻട്രോവേർട്ടഡ് തിങ്കിങ്, TETI ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെ ഒരു സാധനമാണ് ഇവിടെ പറഞ്ഞത്. കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്ക് എന്നൊക്കെ പറയും. ഇപ്പോൾ INFP എന്നാണെങ്കിൽ INFPയിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രോവേഷൻ, തിങ്കിങ്, ഈ സാധനമൊക്കെ എക്സ്ട്രോവേർട്ടഡ് ആണോ ഇൻട്രോവേർട്ടഡ് ആണോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ആളുകളിൽ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പോൾ INFP പോലെയല്ല INFJ പെരുമാറുക, പക്ഷേ ഇവർ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരൊരു പാറ്റേൺസ് നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് കാര്യങ്ങളോട് ഇവർ ഇടപഴകുന്നത്, ഇവരുടെ ഹോബീസ് എന്തായിരിക്കും, ഏത് സമയത്ത് ഏത് രീതിയിലാണ് പെരുമാറുന്നുണ്ടായിരിക്കും, നമുക്ക് ഏകദേശം ധാരണ കിട്ടും. ഇത് ആ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ഗുണം ചെയ്യും. ഇത് നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് ഗുണം ചെയ്യും കേട്ടോ. നമുക്ക് അയാളുടെ MBTI റിസൾട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്ക് എന്താ മനസ്സിലാവും, കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആൾ ഏകദേശം ഇങ്ങനെയാവും എന്നല്ലേക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സെറ്റാവുന്ന ആളുകൾ കണ്ടെത്താൻ ഭയങ്കര പാടാണ്. സീരിയസ്ലി ഭയങ്കര പാടാണ്. എനിക്ക് സെറ്റാവുന്ന ആരുമായിട്ടുമ്പോൾ കുറച്ച് നേരമൊക്കെ സെറ്റാവും, പക്ഷേ ചിലവർക്കും നമ്മളെ കണ്ണിനേരെ പിടിക്കില്ല. അത് ആരെയും ചിലവരൊന്നും പിടിക്കില്ല, അത് വേറെ കാര്യം. കാരണം ഞാൻ ഈ മൈൻഡ്, ഇമോഷൻസ്, ഫീലിങ്സ്, അതുപോലെ ഇൻ്റലിജൻസ്, ഇതെല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ ഭയങ്കര ഡ്രീമറാണ് ഞാൻ. പെട്ടെന്ന് സ്വപ്നം കാണും, ദിവാസ്വപ്നത്തിൽ പെട്ടെന്ന് ഫീൽ ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് സെറ്റാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ ഒന്ന് INFJ ആണ്. INFJ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് കൂടും. ഒരു INFJ എടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ കോൺഫിഡൻസ് ഭീകരമാണെന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വേറെ വിഷയം എന്താ വെച്ചാൽ ആളുടെ പ്രസൻസ് ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് മാത്രം എന്താ പറയുക, അവിടെ ഇവിടെ കമൻസിലൂടെ അങ്ങനെ പറഞ്ഞ പ്രശ്നം നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുണ്ട്. ഭയങ്കര സന്തോഷമാണ് ആൾ കമൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ. ഭയങ്കരമായിട്ട് ഇപ്പോൾ ആരൊക്കെ ചോദിക്കാനും പറയാറുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെയാണ്. ഈ INFPകൾ ഞാൻ ഭയങ്കര ബോറനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. INFPകൾ ബോറാണെന്നല്ല പറയുന്നത്. നമ്മളെന്താ വെച്ചാൽ ഒരാളോട് ചിലപ്പോൾ ഒന്നിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പാറ്റേണൊക്കെ വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സ്വപ്നം കാണുകയാണ് ഭീകരമായിട്ട്. ഇത് പെട്ടെന്നുണ്ട് വല്ല കുമിള പോലെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാകും. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഞങ്ങളെ ഒരാൾ കെയർ ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, നമ്മളോട് നല്ല വർത്താനം പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ അലിഞ്ഞില്ലാണ്ടായി പോകും അതിൽ. കാരണം ഞങ്ങൾക്ക് സാധാരണ ഇതൊന്നും ആൾക്കാർ ചെയ്തു തരലില്ല, ആണ് കാര്യം. കാരണം ഇതൊരു കപട സമൂഹമാണ്. ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ പലരും പെരുമാറുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ആളുകൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ കുറച്ച് ആളുകൾ മാത്രമാണ്. പിന്നെ നമുക്കറിയില്ല, ഈ ഗോസിപ്പ് നെഗറ്റീവ് സാധനമാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുക. പോസിറ്റീവ് സാധനമൊന്നും സ്പ്രെഡ് ആവില്ല. ആളുകൾക്ക് അത് താല്പര്യമില്ല. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമ്മളേക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ആവശ്യമില്ല. അപ്പോൾ ഇത് കുറേ വിഷമങ്ങൾ ബോർത്തരങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ചോളം INFJ, അതേപോലെയൊക്കെ വന്ന് ENFP. പക്ഷേ ENFPകൾക്ക് പലപ്പോഴും നമ്മളെ പിടിക്കൂല കേട്ടോ. അല്ല, ENFPക്ക് INFJനെ പിടിക്കാം കേട്ടോ, സാധാരണ കേട്ടോ. എല്ലാവർക്കും ആരും പിടിക്കാതെ ആ പിടുത്തല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇഷ്ടപ്പെടാം, പക്ഷേ കുറച്ചുകൂടി നമുക്ക് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂളാണ്, കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി അടിപൊളിയാണ്, കുറച്ചുകൂടി കണക്ഷൻ ഉണ്ട് എന്നൊക്കെ തോന്നില്ല. ഞാൻ ആ ഒരു സാധനം പറയണേ, വൈകാരികമായിട്ടൊരു അടുപ്പം, ഭയങ്കര ക്ലോസ്നെസ് ഫീൽ ചെയ്യൂലേ, ഈ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് INFJ, അതുപോലെ ഒന്ന് വേർന്ന് വരുന്ന ENFJ ആണ്. ENFJകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ചിലർക്ക് സൗഹൃദമായിരിക്കാം, ചിലർക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ തോന്നാം കേട്ടോ. ഈ INTJയുടെ ENFJയുടെ ഗുണം എന്താ വെച്ചാൽ, ENFJ ഭയങ്കര എക്സ്ട്രോവേർട്ടായ ഒരാളല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അവർ നമ്മളുടെ കൂടെ കുറച്ച് സേഫായിട്ട് തോന്നും. INFJ അങ്ങനെ, INFJ ഒരു ആംബിവേർട്ട് ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് അവരുടെ കൂടെ നമ്മൾ ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് നെർവസ് ആകും. കാരണം പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാൾ കൂടി ആകുമ്പോൾ നമ്മളെ കൂളാക്കി നിർത്തണം ഒരാൾ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മളത് കെയർ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ശരിക്കും സ്നേഹിക്കണം എന്നില്ല, സ്നേഹിക്കുന്നു എന്നൊന്ന് കാണിച്ചാൽ മതിയെന്ന്. പക്ഷേ അത് വിഷമമാണ് കേട്ടോ. പക്ഷേ ഞാൻ ചില സമയത്ത് ആലോചിക്കുക, ആരെങ്കിലും ഒരാൾ അങ്ങനെ ചുമ്മാ കാട്ടിക്കുട്ടിയെങ്കിലും മതിയായിരുന്നു. പക്ഷേ അത് പ്രശ്നം കേട്ടോ, കാട്ടിക്കുട്ടിയിട്ടൊന്നും കാര്യമില്ല, റിയലായിട്ട് നിൽക്കാതാണ്. ഈ INTJക്കാരാണെങ്കിലും ഗുണം എന്താ പറയുക, INTJക്കാരെന്ന് പറഞ്ഞാൽ, ഈ INTJ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ടീംസിൽ ഒരാൾ ടീം INTJ ആണ് തോന്നുന്നു. പാവങ്ങൾ INTJ എന്താ വെച്ചാൽ, അവരിപ്പോഴും ഈ തിങ്കിങ്ങിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പുറത്ത് ഒരുപക്ഷെ അവർ കാണിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉള്ളിൽ വളരെ സോഫ്റ്റാണ് അവർ. പക്ഷെ അത് പലരും അത് എടുക്കില്ല. അതായത് ഇവർ ഭയങ്കര അറഗൻ്റാണ്, ഒഫെൻസീവാണ്, അങ്ങനെ രീതിയിലൊക്കെ എടുക്കും പലരും. പെട്ടെന്ന് ഒഫൻഡഡ് ആവണം, ഇവർ കണ്ണിച്ചോരല്ലാത്ത ദുഷ്ടത്തികൾ എന്നൊക്കെ പലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, പാവങ്ങളാണ്, ഫ്രണ്ട്ലി ആയിട്ട്. ചിലവർ ഭയങ്കര നെഗറ്റീവായിട്ട് രീതിയിലൊക്കെ ചില കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടെ, അത് വേറെ കാര്യം, അത് ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ അങ്ങനെ അതായിരിക്കും. പക്ഷേ വേറെ കാര്യം, ഒരു 10, 35, 40 വയസ്സായുള്ള INTJ ഉണ്ടല്ലോ, അവരോട് സംസാരിക്കും ഭയങ്കര രസമാണ്. ഞാൻ 40 വയസ്സ് പ്രായം അങ്ങനെ പറയണതല്ല കേട്ടോ. അവരെന്താ വെച്ചാൽ ഇതിങ്ങനെയാണെന്ന രീതിയിലാവും ചിലപ്പോൾ ഒരു കാര്യം കമൻറ്റ് ചെയ്യണത്, എഴുതുന്നത്, അതേപോലെ സംസാരിക്കുന്നതൊക്കെ. പക്ഷേ ഉള്ളിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷേ പുറമെ അങ്ങനെയല്ല. പക്ഷേ വേറെ ചിലവരുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പുറമെ അയ്യോ സുത്തേ മുത്തേ എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ഉള്ളിൻ്റെ വേറെ സാധനമായിരിക്കും. ഇത് ആളുകൾ ഈ ഡ്യുവാലിറ്റി ഒക്കെ കടന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചിലവരിലൊക്കെ അങ്ങനെ കൂടുതൽ കാണാതെ. അപ്പോൾ എന്തായാലും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കാര്യം. അല്ലാത്തവർക്ക് ഇവിടെ എന്ത് നോക്കിയിട്ട് നമ്മൾ കാര്യമൊന്നുമില്ല, ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാനും ഇമ്പ്രൂവ് ആവാനും, നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ അല്ലേ, ഡെവലപ്പ് ആവാനും ഒക്കെ സാധിക്കും. നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവാനും സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ INFP ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം INFJ ആണെന്ന് വിചാരിച്ചു. ഞാനിപ്പോഴും വിചാരിക്കണത് ഒരു അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, 16personality.com പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയിരുന്നത്. അത് ഫ്രീ ആണ് സംഭവം. അല്ലെങ്കിൽ ഇത് ഈ MBTI റിസൾട്ടൊക്കെ നോക്കണം, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നോക്കണമെങ്കിൽ 6,000 8,000 എന്താ കൊടുക്കണം. ചില ഹോസ്പിറ്റലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടു കേട്ടോ, എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ഏകദേശം ഉദാഹരണം കിട്ടിയതുകൊണ്ട് അങ്ങനെ വെച്ച് പോകുന്നതാണ്. അത് ശരിയാണോ അല്ലേന്ന് അറിയില്ല. പിന്നെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പോയിട്ടില്ല. എനിക്കിത് ഇൻട്രസ്റ്റാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്താ അവസ്ഥ. ഇതൊരു ചലഞ്ചിങ് സാധനമാണ്, രസമാണ്, ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തോട് പറഞ്ഞു വന്നത്, പിന്നെ ഞാൻ കുറച്ചായിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചൊരു വിഷയമായിരുന്നു. വീണ്ടും ഇതിലേക്ക് വരാൻ പോവുകയാണ് തോന്നണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ആധികാരികമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നോക്കിയപ്പോൾ INFJ എന്നാണ് വന്നത്. അത് ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടാവും. അതിലുള്ള ഒരു 10-100ഓളം ഇതുണ്ട്, അതിൽ യെസ് ഓർ നോ, അതിൻ്റെ ഡിഗ്രി എത്രത്തോളമാണ്, അങ്ങനെയൊക്കെ മാർക്ക് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ആലോചിച്ചുകൊണ്ടും അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് ആൻസർ ചെയ്തുകൊണ്ടൊക്കെ സംഭവിച്ചായിരിക്കാം INFJ എന്ന് ആദ്യം വന്നത്. പിന്നെ കണ്ടപ്പോൾ INFP എന്ന് കണ്ട്. അപ്പോൾ അതാണ് INFP ആണ്. എനിക്ക് INFP ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇതിനിടയിൽ എന്തോ മിക്സ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചില സമയത്ത്. പിന്നെ അതിൽ തന്നെ എന്താ 8-wing-4 അങ്ങനെ എന്തോ ആണ് ഞാൻ വന്നത്, 8-wing-9 അങ്ങനെ എന്തോ വന്ന്. വളരെ റെയറാണത്. 8-wing-9 ആണോ 8-wing-4 ആണോ 8-wing-9 ആണോ? അതിൽ അത് വേറെ സാധനം ഉണ്ടേ, അതിനെന്താ പേര് പറയല്ലോ,
എനിയാഗ്രാം ENNEAGRAM എനിയാഗ്രാം 8 വിങ് 9 നെറ്റാണ് ഞാൻ. അത് വളരെ റയറാണ്, ജീവിക്കാൻ ഭയങ്കര പാടാണ്. കാരണം കുറേ ഹോബീസ് ഉണ്ടാവും, കുറേ താല്പര്യങ്ങൾ, കുറേ ഇഷ്ടങ്ങൾ, അങ്ങനെ കുറേ വിഷയങ്ങൾ. ജീവിക്കാൻ ഭയങ്കര പാടാണ്. നല്ലൊരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ, നല്ലൊരു സുഹൃത്തിനെ കിട്ടിയില്ലെങ്കിലൊക്കെ ഭയങ്കര വിഷയമാണിത്. അപ്പോൾ ഇതിനൊക്കെ ഗുണം ചെയ്യും. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് ഒരുപാട് ഇതാണ്. പിന്നെ നമ്മൾ കല്യാണം, നമ്മുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യാൻ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ, സുഹൃത്തുക്കൾക്കിടയിൽ, പാർട്ട്നേഴ്സിനിടയിൽ, കപ്പിൾസിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി സോൾവ് ചെയ്യാനൊക്കെ MBTI ഒരുപാട് ഗുണം ചെയ്യും. ഇതൊരു കൗൺസിലിംഗ് പോലെ, സ്വയം ഒരു തെറാപ്പി പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ ഈ രേണുസുതിയായിട്ടുള്ള ഇപ്പോൾ വിഷയം വന്നപ്പോൾ ഈ സമൂഹത്തിലെ ആളുകൾ മൊത്തം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കണത്, ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ, പല ആളുകളും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരല്ല എന്ന് എനിക്ക് തോന്നിയത്. ഭൂരിപക്ഷം ആളുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന കമൻറ്റുകൾ ഭൂരിഭാഗം ആളുകൾ രേണുസുതിനെ കുറ്റപ്പെടുത്തിയുണ്ട്, അല്ലെങ്കിൽ മറ്റാളെ കുറ്റപ്പെടുത്തിയുണ്ട്. രേണുസുതിയുടെ കാര്യമല്ല പറയണം, മൊത്തത്തിൽ പറയാം. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്കൊക്കെ MBTIനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേണുസുതിയുടെ MBTI ടൈപ്പുകൾ നോക്കിയിട്ടൊക്കെ, പേഴ്സണാലിറ്റി ടൈപ്പ് നോക്കിയിട്ടൊക്കെ എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കോൺഫ്ലിക്റ്റുകളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ക്ലാസ് റൂമുകളിലൊക്കെ ടീച്ചേഴ്സിന് ഒരുപാട് ഗുണം ചെയ്യും. കുട്ടികളുടെ MBTI ഒക്കെ മനസ്സിലാക്കി, കോളേജ് പിള്ളേരുടെ ഒക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ MBTI മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ. പല ഇന്ത്യക്ക് പുറത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല കമ്പനികളും MBTI നോക്കിയിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. അവർക്ക് പറ്റിയ ജോലിയിൽ, അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക്, ഏത് ജോലിക്കാണ് അവരെടുക്കുന്നത്, അതിന് അവർ സെറ്റാണോ, അവർക്ക് എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം. കല്യാണത്തിന് കഴിക്കാവുന്ന ആളെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്കൊരു അയാളുടെ MBTI അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും, ഇത് സെറ്റാവില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അടിപൊളിയാക്കാം റിലേഷൻഷിപ്പ്, അവർക്ക് എങ്ങനെ സ്നേഹിക്കപ്പെടാനാണ് ഇഷ്ടം, നമ്മളെങ്ങനെയാണ് സ്നേഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ആ പാർട്ട്ണർഷിപ്പ് അടിപൊളിയാക്കാനൊക്കെ സാധിക്കും. ഇതെന്താ ജീവിതത്തെ കാര്യമായി മാറ്റിമറിക്കുന്നതിൽ ഒരു സംശയമില്ല ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. MBTI ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്ന ആളുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഇത് കുറേ ഉണ്ട് കേട്ടോ, അതിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.